നമ്മളതിൽ ഒരു 90% ആൾക്കാർ ഈ പാസ്വേഡ്സിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതെ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, അടുത്ത 7 ലെറ്റർ എന്തായിരിക്കും സ്മോൾ ലെറ്റർ ആയിരിക്കും, letter. ഒരു അറ്റ് ഉണ്ടാവും, ഒരു ഹാഷ് ഉണ്ടാവും. ആ ഹാഷും അറ്റും കഴിഞ്ഞിട്ട് ഒരു നമ്പറും ഉണ്ടാവും. ആ നമ്പറാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്പർ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന സാധനമല്ലേ. ഇപ്പൊ പൃഥുവിന്റെ പാസ്വേഡിന്റെ ചിലപ്പോ ഫോൺ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല ഞാൻ പറയുന്നത് ഡേറ്റ് കൊടുത്താവാ ഇനിയിപ്പോ അടുത്ത എന്റെ അടുത്തല്ലേ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കിട്ടിയാലേ എനിക്കൊരു അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വെച്ചതേ നമ്മളാ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പാസ്വേഡ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്നത് എന്താ, ഫസ്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ഒരു ക്യാപിറ്റൽ അവർ പറയുന്നത് എന്തല്ല, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണെന്നല്ല. പക്ഷെ എന്തായാലും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ തന്നെ ക്യാപിറ്റൽ. പിന്നെ പറയുന്നത് വെച്ചാൽ 8 ലെറ്റേഴ്സ് മിനിമം വേണം, ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യും. അടുത്ത പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് അവർ പറയാ ബ്രാക്കറ്റിൽ അറ്റോർ ഹാഷ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് രണ്ടും ഉള്ളൂ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒന്നിടും. പിന്നെ നമ്പേഴ്സ് ഫെയിമിൻ്റെ പേരിൽ പോകുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ്, നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന നമ്പേഴ്സുകളെല്ലാം. ഇതിൽ ഈ ഏറ്റവും വലിയൊരു റീസൺ പറയാം, ഇതിൽ ആരെങ്കിലും ഇപ്പോൾ പാസ്വേഡ് കൊടുക്കുന്ന ഫസ്റ്റ് ലെറ്റർ ഹാഷ് സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്തവരുണ്ടാവില്ല, കുറവായിരിക്കും. കാരണം അത് നമ്മൾ ശീലിച്ചു പോയി. ഇനി നമ്മൾ ശീലിക്കാൻ പോകുന്നൊരു സംഭവം എന്താ പറയുക, 12 ലെറ്ററാണ് പുതിയ സെക്യൂരിറ്റി പോളിസി. അതാ 12 ലെറ്റർ പാസ്വേഡാണ്. അതിന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മിനിമം 12 ലെറ്റർ വെച്ച് പാസ്വേഡ് ഉണ്ടാക്കി ഓർത്ത് വെക്കാൻ വേണം. നേർക്ക് പാസ്വേഡ് ഉണ്ടാക്കുന്നത് എപ്പോഴും സെൻറ്റൻസ് വൈസ് ആണ്. പിന്നെ നമ്മൾ ചെയ്യാത്ത ഏറ്റവും വലിയൊരു റീസണാ പാസ്വേഡ്സിൽ ആരും സ്പേസ് ആഡ് ചെയ്യൂല, ശ്രദ്ധിച്ചിനോ? പക്ഷെ ആരും പറഞ്ഞിട്ടില്ല ആഡ് ചെയ്യണ്ട. സ്പേസ് ഒരു ക്യാരക്ടറായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നിങ്ങൾ എത്രത്തോളം സ്പേസുകൾ ആഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വെറും സ്പേസ് അല്ല, സ്പേസുകൾ വരുന്നിടത്തോളം കാലം പാസ്വേഡ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ഈ പാസ്വേഡ് ടെസ്റ്റ് ചെയ്യുന്ന സൈറ്റിൻ്റെ പേരെന്തേലും ഹൗ സെക്യൂർ ഇസ് മൈ പാസ്വേഡ് എന്നുള്ള ആ സൈറ്റിൽ പോയിട്ട് നിങ്ങളെ പാസ്വേഡ് അടിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഒരു നോർമൽ പാസ്വേഡ് അടിക്കുക, അതേ പാസ്വേഡിനാ ഇപ്പോൾ ഷാഹുൽ എന്ന് പറയുന്ന പേര്, എസ്സിന് പകരം ഡോളർ യൂസ് ചെയ്യുക, എക്ക് പകരം അറ്റ് യൂസ് ചെയ്യുക. അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. ഓരോ നമുക്കറിയുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. എസ്സിന് പകരം ചില സമയത്ത് നമ്മൾ 5 യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡോളേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് നമ്മളെ പാസ്വേഡ് സെക്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെക്യൂർ ചെയ്യാൻ മെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്കിപ്പം നോർമൽ സിറ്റിസൺസിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ബാക്കിയായിരിക്കും നമ്മളെ ഡാറ്റ പറയാതിരിക്കുക മെയിൻലി. അത് എത്ര അടുപ്പുള്ള ആളാണെങ്കിലും എന്ത് ചെയ്യാൻ നിൽക്കരുത്, ചോദിച്ചാൽ പോലും തരൂലെന്ന് പറയാ. പ്രായമുള്ളവർ പിന്നെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ATM കാർഡിന്റെ നമ്പർ എഴുതി വെക്കാം, ബാങ്കിന്റെ അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട പ്രായപ്പെട്ടല്ല പെൺകുട്ടിയൊക്കെ ഉണ്ട്. നോട്ട് പാഡ് തുറന്ന എല്ലാം കിട്ടും. നോട്ട് പാഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്രൈവസീന്റെ കാര്യം വന്നു പറഞ്ഞപ്പോൾ ഈ നോട്ട് പാഡിലൊക്കെ ഇവർ എന്തായാലും ഫോണിലല്ലേ ഉണ്ടാകുക. നമുക്ക് സിമ്പിളായിട്ട് അവരോട് ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ചെയ്യുന്ന കാലം, എടാ നിൻ്റെ ഫോണും തരുമോ, നല്ല ക്യാമറയല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് തരാം. ഈ ഒരു ടൈമിൽ ഫോട്ടോ എടുക്കുന്നേരം തന്നെ നമ്മളിങ്ങനെ പിടിച്ച സമയത്ത് ആ ഫോട്ടോൻ്റെ ഇതങ്ങ് ഒഴിവാക്കി കളയുക, എന്നിട്ട് നോട്ട് പാഡ് അങ്ങ് തുറക്കുക, അപ്പോൾ തന്നെ കാണാൻ പറ്റും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്, മറ്റൊരാൾക്ക് ഫോൺ കൈവിട്ട് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. നോക്കി വെക്കാം, ഓപ്പൺ ആക്കിയിട്ടാണ് കൊടുക്കുക. ആരെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ കോൾ ചെയ്യാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കില്ല, ഫോണും കൊടുക്കും. എന്നിട്ട് നമ്പർ ഡയൽ ചെയ്യുന്നവരെ അവർ നമ്മളെ കാണിച്ചു തരും, പിന്നെ തിരിഞ്ഞ് നിന്നിട്ടായിരിക്കും ചെയ്യുക, ചുമ്മാ സംസാരിക്കുന്ന പോലെ. ആരും ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസിലാകുന്ന നേരം ഈ സാധനങ്ങൾ ഏറ്റവും എളുപ്പമാണ്. പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മളടുത്തൊരു ഹ്യൂമാനിറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മളങ്ങ് കൊടുത്തു പോകും. ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെയിൻലി. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കുക എന്ന് പറയുന്ന ഒരാൾക്കാർ ഭയങ്കര എന്തോ സംഭവമായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റിയിൽ കുറേ മിത്തുകളുണ്ട്. മിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വന്നേരം പറഞ്ഞ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ മൊത്തത്തിലൊന്ന് ഹാക്ക് ചെയ്യാം എന്നുള്ളൊരു മിത്തുണ്ടല്ലോ. എല്ലാവരെയും എന്തും ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഹാക്കിങ് പഠിച്ചാൽ എനിക്ക് ആര് ഇൻസ്റ്റാഗ്രാമും ഹാക്ക് ചെയ്യാം, എനിക്ക് ആരെ ഫേസ്ബുക്ക് കൊടുക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആദ്യം മാറണം.
അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ നീ ഇപ്പോൾ എല്ലാവരെയും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മിത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം ആരെ ഹാക്ക് ചെയ്യും? ഞാൻ ഓഫ് കോഴ്സ് എനിക്ക് ഇപ്പോൾ മൈൻഡിലുണ്ട് ഇലോൺ മസ്കേ ഉള്ളൂ. ഇലോൺ മസ്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിനാ വേറെ ആളെ നോക്കുന്നത്? അത്രയും വലിയ പൈസക്കാരനുള്ള ഓനെ ഹാക്ക് ചെയ്തിട്ട് അങ്ങ് പൈസക്കാരനായപ്പോലെ. ആ ഒരു മിത്തിന്റെ രീതിയിൽ കയറി സോനയ്ക്ക് ഇപ്പോൾ ആരാ ഹാക്ക് ചെയ്യാനാണ് ഇഷ്ടം? അത് ഫ്രണ്ട്സിനെ തന്നെ നമ്മള് ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ ഇരുന്നാലും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരാൾ പൃഥുലിനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. പൃഥുലിനോ? ഞാൻ എൻ്റെ ചേച്ചീനെ ഹാക്ക് ചെയ്യുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ചേച്ചീനാ സ്വന്തം റിലേറ്റീവ് അല്ലേ? പൈസ ചേച്ചിയുടെ കയ്യിലായിരിക്കും. മൊത്തത്തിൽ അതായത് പിന്നെ ഭീഷണിപ്പെടുത്താലോ, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കാലോ. ഞാൻ ഇപ്പോഴും ഉള്ളത് പറയാം. ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറയാം. ചുമ്മാ ഒരു തവണ മറ്റേ ഫിഷിംഗ് ലിങ്കില്ലേ നമ്മുടെ മാക്സ് ഫിഷർ, സെറ്റ് ഫിഷർ യൂസ് ചെയ്തിട്ട് ചേച്ചിക്ക് എന്നെ അയച്ചു കൊടുത്ത് അവൾ അതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് എനിക്ക് കിട്ടി. പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അവൾക്ക് ലിങ്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്ത്, ഇത് ഞാനൊരു കോമ്പറ്റീഷൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയതിൻ്റെ ഒന്ന് കയറിയിട്ട് ലൈക്കും കമൻറ്റും ഇടണം, അത്ര അതപ്പോൾ നേരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നേരെ ലാപ്പിൽ പാസ്വേഡും യൂസർ നെയിമൊക്കെ കാണിച്ച് ഞാൻ ലോഗിൻ ചെയ്ത് ചുമ്മാ കയറി. അവൾക്കപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഉടായ്പ ഉണ്ടെന്ന് മനസ്സിലായി. വിളിച്ച് ഞാനപ്പോൾ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം എനിക്ക് കിട്ടിയെന്ന് പറയും. സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്ത്. അവൾ പാസ്വേഡ് മാറ്റി എൻ്റെ നിന്ന് പോയി. പക്ഷെ ഞാൻ ഇന്നും പറഞ്ഞേക്കുന്നത് 1 വർഷമായി, ഞാനിപ്പോഴും പറഞ്ഞേക്കുന്നത് നിൻ്റെ ഇൻസ്റ്റ എൻ്റെയിലുണ്ട്. ഇന്നലെയും കൂടി ഞാൻ അവളെ പറ്റിച്ചോളൂ. ഞാൻ പറഞ്ഞു എനിക്കിത് തരണം, അല്ലെങ്കിൽ ഞാൻ ഇത് വീട്ടുകാരെ ഇതൊക്കെ കാണിക്കും, അങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ നിൻ്റെ ഫോട്ടോസ് ചെയ്തേലൊക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും, വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഇല്ല വേണ്ട ഞാനിത് തരാം അത് തരാം. നല്ല രസമാണ് അത്. ആക്ച്വലി നല്ല രസമാണ്. ഒരു കംപ്ലൈന്റ് പോവുകയാണെങ്കിൽ അതിലും നല്ല രസമാണ്. അതാ ചേച്ചിനെ തന്നെ ചൂസ് ചെയ്ത്, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലേ, സേഫ് അല്ലേ? അത് ഇലോൺ മാസ്കിന് ഒരു പ്രാവശ്യം ഒരു ചെക്കൻ ഹാക്ക് ചെയ്തിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മാസ്കിൻ്റെ ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ, അത് ഏത് സൈറ്റിലാണ് ഇടാന്നത്? ലിങ്ക്ഡിൽ. അയാളെന്നെ സൈറ്റാ. പക്ഷേ അവർക്ക് പോലും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്ത്. കേസുകൾക്ക് ഇതിന് ഭയങ്കര പവറാട്ടോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ട്വിറ്റർ ഹാക്ക് ചെയ്യുന്നേ, ഒരു ടൈമിൽ ട്വിറ്റർ ഹാക്കായി. ട്വിറ്റർ ഹാക്കാകാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിൻ്റെ ഒരു സെൽഫി കാരണമാണ് എന്താകുന്നത് ട്വിറ്റർ ഹാക്കായി പെടുന്നത്. അങ്ങനെ എംപ്ലോയി എടുത്ത സെൽഫിയിൽ ബാക്കിലൊരു സെൻസിറ്റീവ് ഡാറ്റ ഉണ്ട്, റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് ഹാക്കാകുന്നത്. പക്ഷെ അതിന് തന്നെ ഒരു റീസണും ഉണ്ട്. ആ പുള്ളിക്കാരന് 75 വർഷ ശിക്ഷ. സൈബർ സെക്യൂരിറ്റിയിലെ ക്രൈം എന്ന് പറയുന്നേരം മിനിമം 2 years ഉണ്ട് ഇംപ്രിസൺമെന്റ്, ഫൈന് 1 ലക്ഷം, ഫൈന് 1 ലക്ഷത്തിന് മേലെയും വരുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന ക്രൈമിനനുസരിച്ച് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ IT ആക്ട് പ്രകാരമായില്ലോ അല്ലെങ്കിൽ സൈബർ ലോസ് പ്രകാരം ഭയങ്കര ക്രൈം തന്നെ വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആൾക്കാരിലേക്ക് ഇത് എത്താത്തതന്നെയാണ്. കോമൺ മാൻസിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനില്ല. ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെ ATM പിൻ ഇതാണ്, നിങ്ങൾ OTP പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എന്നാലും കൊടുക്കും. കാരണം ഇന്ന് അത്രത്തോളം സെക്ടേഴ്സിൽ ഇത് വൈഡായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സൈബർ സെല്ലിൽ നിന്ന് കോൾ വരുന്നു, നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സലൊക്കെ വന്നിട്ട്. ഒരു സൈഡ് സ്കാമേഴ്സാണ്, ഒരു സൈഡിൽ ഹാക്കേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു സൈഡിൽ സ്കാം ചെയ്തിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അങ്ങനത്തെ കോൾസ് വന്നിട്ടുണ്ടാവും. വീഡിയോ കോൾ സ്കാം ഉണ്ട് ഇതിൽ ഓൺലൈനായിട്ടൊക്കെ. നമ്മളെ സിറ്റിസൺസിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫോണിലൊരു കോളുണ്ട്, മറ്റേ OTP പറഞ്ഞു കൊടുക്കരുത്, എന്നാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ള മൈൻഡിലാണ് ഓരിയിരിക്കുന്നത്. കാരണം OTP കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ OTP കൊടുക്കില്ല, പക്ഷെ ബാക്കിയൊന്നും കൊടുക്കും. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അറിയാത്ത പേർക്ക് ഡാറ്റാസ് കൊടുക്കാതിരിക്കുക. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എപ്പോഴും എന്താ, ഗവൺമെൻറ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത്, ഗവൺമെൻറ് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടൊന്നും നമ്മൾ സെക്യൂർ ആവാനൊന്നും പോകുന്നില്ല. ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സെക്യൂർ ആവണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇപ്പോൾ ഇതിൻ്റെ ജോബ് റോളിനെ കുറിച്ച് പറയുന്നേരോ, ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം സൈബർ സെക്യൂരിറ്റിയിലുള്ള ഒരു ജോബ് റോളാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിനൊരു 12,000 മേലെ ജോബ് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് ഇന്ത്യയിൽ മാത്രം. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റുഡൻസുകളുണ്ടല്ലോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തന്നെ പറയണം,
ഇവരൊരു മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തും മതി. ഡിഗ്രി കഴിഞ്ഞാലാണ് ഒരു കരിയറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് അവർ ചിന്തിച്ചു തുടങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ചിന്തിക്കണമെങ്കിൽ അവർക്കൊരു 2 അറ്റാക്ക് നല്ല വൃത്തിക്ക് കിട്ടണം, എന്നാ ചിന്തിക്കും. ഒരു സൈബർ അറ്റാക്ക് കിട്ടിയാൽ ഇപ്പോൾ അറ്റാക്കറെ കണ്ടുപിടിക്കാനെങ്കിലും ഇത് പഠിച്ചിട്ട് ചെയ്യണമെന്ന് തോന്നുന്നവരുണ്ട്. നമ്മളടുത്ത് വന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഓൻ പഠിക്കുന്നതേ ഓനിക്കൊരാളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അതേപോലെ. അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. അതൊരു ചിന്ത, എന്ന് നേരിച്ച് ഓൻ പഠിച്ചത് നേരിച്ചിട്ട് നാളെ കൊണ്ട് പറ്റും എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷേ അവൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ടൈം എടുത്ത്, കാരണം ഇതൊരു പാഷനേറ്റഡ് ആയിട്ട് കണ്ടാലേ ഇതിനെക്കൊണ്ട് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ. ഡിഗ്രി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഡിഗ്രി ആവശ്യമില്ല എന്നല്ല, കാരണം ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമുക്ക് ഒരു ജോബ് റോളിൽ എത്തിപ്പെടണമെങ്കിൽ എന്ത് വേണം? ഡിഗ്രി വേണം, മാൻഡറ്ററി ആണ്. പക്ഷേ ഡിഗ്രി മാത്രം വെച്ചല്ല ആൾക്കാർ നമ്മളെ വാല്യുവേറ്റ് ചെയ്യുന്നത്, നമ്മളെ സ്കിൽസ് വെച്ചാൽ. ഒരു +2 നിങ്ങൾക്ക് ജോലിക്ക് കയറാം, ഒരു +2 നിങ്ങൾക്ക് ആൾക്കാരെ പഠിപ്പിക്കാനും പോവാം. ഓക്കെ അല്ലേ? പക്ഷേ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ മെയിൻലി സ്കില്ലാണ്. സ്കില്ലുണ്ടോ നിങ്ങൾക്ക് അവിടെ? പാഷനേറ്റഡ് ആയിട്ടാണ് നിങ്ങളൊരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഇന്നും ആർക്കും വേണമെങ്കിൽ ജോലി കയറാം. കാരണം ആ സ്കിൽസിനാണ് പ്രയോറിറ്റീസ് കൂടുതൽ. പക്ഷേ സർട്ടിഫിക്കേഷൻസ് വേണം എന്ന് വെച്ച് നമ്മൾ പറയുന്ന പോലെ വലിയ വലിയ സർട്ടിഫിക്കേഷൻസല്ലോ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസല്ലോ എടുക്കണം എന്നല്ല. നമ്മൾ പഠിച്ചെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻ്റ് ഉള്ള സർട്ടിഫിക്കേഷൻസുകൾ എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാനൊരിക്കലും വലിയ വലിയ സർട്ടിഫിക്കേഷൻസുകളെ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, ഇപ്പം ആസ് എ ടിക് ബൈ ഹാർട്ട് ഫാക്കൽറ്റി എന്നുള്ളതിൽ ഞാൻ ഡെലിവർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം കണ്ടൻറ്റ് കൊടുക്കുക, സർട്ടിഫിക്കേഷൻ വാല്യൂ നോക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിഗ്രി പഠിക്കുന്ന സമയമുണ്ടല്ലോ, ഈ 3 വർഷം, ഈ 3 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ സൈബർ സെക്യൂരിറ്റിയിൽ എത്താം വിചാരിച്ചിനെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് പഠിച്ചിനെങ്കിൽ, സ്വന്തമായിട്ട് ഓൺലൈൻ കോഴ്സസുകൾ എടുത്തിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ വൈസിൽ എത്തിപ്പെടാൻ പറ്റും. പക്ഷെ നമ്മളെ